നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചിക്കൻ കൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മഹാറാണി ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ മഹാറാണി അതീവ രുചിയുള്ള ഒരു പൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ചിക്കൻ ഉണ്ടാക്കുന്നതിന് നമുക്കൊരു മസാല തയ്യാറാക്കാം. മസാലയൊക്കെ ആദ്യമേ വറുത്ത് പൊടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മുളക്, മല്ലി, പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട, ജാതിപത്രി, കറുത്തേലക്ക, ജീരകം, കുരുമുളക്, ഇത്രയും സാധനം നമുക്ക് വേണം. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വറുത്തതിന് ശേഷം മാത്രം ഒന്ന് പൊടിച്ചെടുക്കുക. മസാലയൊക്കെ വറുത്ത് പൊടിച്ചു കഴിഞ്ഞു. അടുത്തതിൻ്റെ ഗ്രേവിക്കായിട്ടുള്ള ഒരു അരപ്പും കൂടെ ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കശുവണ്ടി പരിപ്പ്, ഇത്രയും സാധനം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പം അതിനകത്തേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 പീസ് കറുകപ്പട്ടയും ഒരു 3 ബേ ലീഫും ഇട്ട് കൊടുത്ത് ഒറ്റ മിനിറ്റ് ഒന്ന് മൂപ്പിക്കുക. ഇനി പാനിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഒനിയൻ കാഷ്യൂനട്ട് പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഇതിനകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചിടുകയോ അല്ലെങ്കിൽ ഓഫാക്കിയതിനോ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. കട്ടത്തൈര് ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച ആ മസാല ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. മസാല പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ 1.5 കിലോ ഇറച്ചി മാത്രമാണ്, ഒരു 200-200 മേളിലുള്ള ഒരു കോഴിയായിരുന്നു. അപ്പോൾ നമുക്ക് 1.5 കിലോ മീറ്റ് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കുക. ഇനി ചിക്കൻ നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് അതിൻ്റെ ചാറ് ഒന്ന് പറ്റിച്ചെടുക്കാം. ചാറ് നല്ലപോലെ ഒന്ന് കുറുകണം. അപ്പോൾ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറുത്ത കസൂരി മേത്തി, അതായത് നമ്മുടെ ഉലുവയുടെ ഇലയാണിത് കസൂരി മേത്തി. അപ്പോൾ ആ കസൂരി മേത്തിയുടെ പൗഡർ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ പകരം ക്രീം ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രീമാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ സ്വാദൊന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ മഹാറാണി ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ മഹാറാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല അടിപൊളി ഒരു ഐറ്റമാണിത്. ഈ ചിക്കൻ കറി പൊറോട്ട,
റൊട്ടി, ചപ്പാത്തി എന്നിവയുടെയൊക്കെ കൂടെ നല്ല സ്വയംഭൻ കോമ്പിനേഷനാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.